الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ-റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെല്ലാം ഹലാലായ ഉദ്ദേശം നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 5 വയസ്സായപ്പോൾ ഹലീമ ബീവി റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മാനടുത്തേക്ക് തിരിച്ചേൽപ്പിച്ചു. അല്ലേ, 5 അഭിപ്രായ വ്യത്യാസമാണ്, 5 4 അങ്ങനെ ഹലീമ ബീവിൻ്റെ കൂടെ 6 വയസ്സുവരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മാനെ കൂടെ മക്കയിൽ ജീവിച്ചു. അങ്ങനെ 6 വയസ്സ് പൂർത്തിയായപ്പോൾ, 6ാമത്തെ വയസ്സിൽ ആമിന ഉമ്മ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് റസൂലുള്ളാഹിന്റെ കുടുംബക്കാർ അഥവാ ബനൂ നജ്ജാർ ഗോത്രക്കാരുടെ അടുത്തേക്ക് റസൂലുള്ളാഹിനെ കൂട്ടിക്കൊണ്ടുപോയി. പോകുമ്പോഴത്തേക്ക് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. അങ്ങനെ മദീനയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാബിഗത്ത് ചെന്ന അവരെ പുരയിൽ ഒരു തിങ്ങളുണ്ടാക്കിയിട്ട് വെച്ചിട്ട്, ആ സമയത്ത് നടന്ന ഒരു സംഭവം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് ചൊന്നുകൊണ്ട്, ഒരു നാൾ ഉച്ച ടൈമിൽ മദീനത്തെത്തുമ്പോൾ, ഒരു നാൾ ഉച്ച ടൈമിൽ 2 ജൂതന്മാർ നണ്ടമുട്ട വന്നാർ. 2 ജൂതന്മാർ നണ്ടമുട്ട വന്ന് ചൊന്നാറ്, അഖ്രിജി ലന അഹ്മദ്, അഹ്മദും ചൊല്ല് ആ കിടാവിനെ നീ ഒന്ന് പുറത്ത് കൊണ്ടുവന്ന് നിനക്ക് കാട്ടോറോ. റസൂലുള്ളാഹിന്റെ പേരാണ് അഹ്മദും ചൊന്നിട്ട്. അഹ്മദ് എന്ന് പറയുന്ന ആ കിടാവിനെന്താ പുറത്ത് കൊണ്ടുവന്നിട്ട് നിനക്കൊന്ന് കാട്ടോറും ചെന്നാർ. കാട്ടൂർ വേണ്ടിട്ട് ആവശ്യപ്പെട്ടാർ. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ടാളും അപ്പുറ ഇപ്പുറ നോക്കിയാർ. റസൂലുള്ളാഹിന്റെ മേൽഭാഗവും വലഭാഗവും ഇടഭാഗവും എല്ലാം ആ ജൂതന്മാർ നിരീക്ഷണാക്കിയാർ. അങ്ങനെ നോക്കിയിട്ട് അങ്ങ ചൊല്ല തുടങ്ങിയാർ ആ രണ്ടാള്, ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ, ഹാദിഹി ദാറു ഹിജ്റത്തിഹി വസയകൂനു ബിഹാദൽ ബൽദത്തി മിനൽ ഖത്ലി വസ്സബീ അംറുൻ അളീം. അങ്ങ് രണ്ടാളും അപ്പുറ ഇപ്പുറ റസൂലുള്ളാഹിനെ നോക്കിയിട്ട് നിരീക്ഷണാക്കിയിട്ട് ചൊന്നാറ്, ഇതാറ് കൊണ്ടുണ്ട് ഈ കിടാവ്. റസൂലുള്ളാഹിന്റെ വയസ്സ് അന്ന് 5 6 വയസ്സ്, അത്രമേ വയസ്സുള്ളൂ. റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് ആ 2 ജൂതന്മാർ ചൊല്ലേ, ഹാദാ നബിയുൻ, ഇതൊരു നബിയാണ്, സാധാരണ കിടാവല്ല. കാരണം അവർ തൗറാത്തിലും ഇഞ്ചീലും പഠിച്ച ആ വിവരങ്ങൾ അവർ എന്താക്കിയിട്ട് റിസർച്ച് ആക്കിയിട്ട് ആ വിവരങ്ങളെ മുന്നിൽ വെച്ചിട്ട് അങ്ങ് മനസ്സിലാക്കിയപ്പോൾ ചൊല്ലേ, ഹാദാ നബിയുൻ, ഇതൊരു നബിയാണ്, ഹാദിയിൽ ഉമ്മ, ഈ ഉമ്മത്തിന് നബിയാണ്, ഹാദാ നബിയു ഹാദിയിൽ ഉമ്മ, ഈ സമുദായത്തിൻ്റെ, ഈ ഉമ്മത്തിൻ്റെ, ഈ കാലഘട്ടത്തിൻ്റെ നബിയാണ്. ഹാദിഹി ദാറു ഹിജ്റത്തിഹി, ഈ റായുണ്ടല്ലേ, അന്ന് യസ്രിബിൻ ചെന്നിട്ടായിട്ട് ആ മദീനത്തുള്ള പേര്, പിന്നെയാണ് മദീന ചെല്ലിട്ട് വന്നത്. ഈ റായത്ത് ആയിട്ട് അയാൾ ഹിജ്റ പണ്ടു, അയാൾ ഹിജ്റ പണ്ട് റായ, ഈ മദീന റായായിട്ടിക്ക്, അന്ന് മദീനാൻ്റെ പേരില്ല, യസ്രിബിൻ ചെന്നിട്ടു. ഈ റായത്ത് അയാൾ ഹിജ്റ പണ്ട് ഈ സമുദായത്തിൻ്റെ, ഈ കാലഘട്ടത്തിൻ്റെ, ഈ ഉമ്മത്തിൻ്റെ നബിയായിട്ടിക്കിയാൾ. വസയകൂന ബിഹാദിൽ ബൽദത്തി മിനൽ ഖത്ലി, ഈ റായത്തേക്ക് ഹിജ്റ വന്നെങ്കിൽ ഈ നാട്ടിലേക്ക് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വരും. അങ്ങനെ ഈ നാട്ടിൽ യുദ്ധങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകും. കാരണം ഇസ്ലാമിൻ്റെ പ്രബോധനത്തുമ്പോൾ യഹൂദികളുമായിട്ടും അല്ലാതെയും യുദ്ധം നടന്നിട്ടുണ്ട്, അല്ലേ, ഖന്തഖ് യുദ്ധം, ഉഹദ് യുദ്ധം, ഇതുപോലെയുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ, ഈ സമുദായത്തിൻ്റെ, ഈ ഉമ്മത്തിൻ്റെ നബിയാണ് എന്നും, ഈ കിടാവു ഈ നാട്ടിലേക്ക് ഹിജ്റ വരുന്ന ആളാണ് എന്നും, ഈ നാട്ടിൽ ഇസ്ലാമിൻ്റെ പ്രബോധനം നടക്കുമെന്നും ആ 2 യഹൂദികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവർ തന്നെ അപ്പുറം ഇപ്പുറം പരസ്പരം
സംസാരിക്കാൻ തുടങ്ങി. ഇത് അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലത്തെ മറ്റൊരു സംഭവം പറയുന്നു. ഞാൻ മദീനത്തിൻ്റെ അമ്മാവന്മാരുടെ, എൻ്റെ കുടുംബക്കാരുടെ അടുക്കൽ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ ഒരു ജൂതൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ പോകും. ഒരു ജൂതനായ മനുഷ്യൻ, കാരണം ജൂതന്മാരാണ് മദീനത്ത് കൂടുതലുണ്ടായത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ജൂതനായ മനുഷ്യൻ എൻ്റെ അടുത്ത് വരും, എന്നെ നിരീക്ഷിക്കും, എന്നെ ശ്രദ്ധിക്കും. ഞാൻ ഇരിക്കുന്നതും ഞാൻ നിൽക്കുന്നതും ഞാൻ ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഇങ്ങനെ നിരീക്ഷണം ആയിക്കൊണ്ടിരിക്കും. എപ്പോഴും വന്നിട്ട് എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു നാള് ആരും ഇല്ലാത്ത ടൈമു വന്നിട്ട് അയാൾ എന്നിട്ട് കേട്ടിട്ട് യാ ഗുലാം മസ്മുക്ക, മോനെ നിന്റെ പേരെന്താണ്? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ വന്നിട്ട് കേട്ടിട്ട് നിന്റെ പേരെന്തോന്ന് ചൊന്നിട്ടു. ഞാൻ പറഞ്ഞു അഹ്മദ് എന്നാണ് എൻ്റെ പേര്. സുലാഖ് അഹമ്മദും പേരുണ്ട്, മുഹമ്മദിന് പേരുണ്ട്, വേറെയും പേരുണ്ട്. അപ്പോൾ എൻ്റെ പേര് അഹ്മദ് എന്നാണ്. അങ്ങനെ അയാൾ എൻ്റെ മുതുവിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. കാരണം ഖാത്തമുൻ നുബുവ എന്ന ആയത്ത് അലാമത്തുണ്ട, ആ സീറുണ്ട, അതിനെക്കുറിച്ചിട്ട് തൗറാത്തിലും ഇഞ്ചിയിലുമുണ്ട്. അങ്ങനെ എൻ്റെ മുതുവിലേക്ക് ഇങ്ങനെ അയാൾ എന്നും നോക്കിക്കൊണ്ടേ ഉണ്ടാകും. ഒരു നാളിൻ്റെ പേര് കേട്ടിട്ട് ഞാൻ പേരെല്ലാം ചൊന്നു കൊടുത്തു. അങ്ങനെ എൻ്റെ എല്ലാ നിരീക്ഷണം ആയത്. പിന്നെ അയാൾ ചുന്തു ആദിഹി നബിയു ആദിഹിൽ ഉമ്മ, ഇയാൾ സാധാരണ ചെറിയ കിടാവല്ല, സാധാരണ ഒരു കിടാവല്ല ഇയാൾ. പിന്നെയോ ഈ കിടാവ് ഈ ഉമ്മത്തിൻ്റെ, ഈ സമുദായത്തിൻ്റെ നബിയാണ് എന്ന് ആ ജൂതനും അവിടെ എന്താക്കി പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ നിലക്ക് അയാൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് എന്തായി, അയാൾ പോയി. അങ്ങനെ ഞാൻ ഈ വിഷയമെല്ലാം ഈ ജൂതനായ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും എന്നെ നിരീക്ഷിച്ചതും എൻ്റെ പേര് കേട്ടതും അവസാനം എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞതും എല്ലാം എൻ്റെ കുടുംബക്കാരോട് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ കുടുംബക്കാർ എൻ്റെ ഉമ്മയോട് വിഷയം പറഞ്ഞു. ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ജൂതൻ വരുന്നുണ്ട്, ആ ജൂതൻ നിരീക്ഷിക്കുന്നുണ്ട്, ആ ജൂതൻ പറഞ്ഞു ഇങ്ങനെ കേട്ടു. അപ്പോൾ ആമിന ഉമ്മക്ക് പേടിയായി, എന്തുടെ സംഭവിക്കും? കാരണം ഇടയ്ക്കിടയ്ക്ക് ജൂതന്മാർ വരുന്നുണ്ട്, ജൂതന്മാർ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, രണ്ടാളും ഒറ്റക്കും ഇങ്ങനെ വരുന്നുണ്ട്, പേര് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും എന്ന് ആമിന ഉമ്മ റളിയല്ലാഹു തആല അൻഹ പേടിച്ചു. അങ്ങനെ ആമിന ഉമ്മ ചിന്തിച്ചു, ഇനി ഇവിടെ മദീനത്ത് നിൽക്കുന്നത് അത്ര ഒരു ഇതല്ല. കാരണം എന്ത് സംഭവിക്കും? കാരണം ജൂതന്മാരാണെങ്കിൽ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ത്വായിഫിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്നെ പഠിച്ചതാണ്. അപ്പോൾ ജൂതന്മാർ എന്തും ചെയ്യും എൻ്റെ മോനെ. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്ന സേഫ്റ്റി അല്ല എന്ന് കരുതി ബഹുമാനപ്പെട്ട ആമിന ഉമ്മ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനെ കൂട്ടിക്കൊണ്ട് തിരിച്ച് മക്കയിലേക്ക്, മദീനയിൽ നിന്നിട്ട് തിരിച്ച് മക്കയിലേക്ക് ബാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയി. റസൂലുള്ളാഹിൻ്റെ ബാപ്പാൻ്റെ ഖബറുള്ളത് മദീനത്താണ്, അബ്ദുല്ലാഹിൻ്റെ. ഇന്നും ആ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും പോകാൻ പറ്റുന്നില്ലെങ്കിൽ പോകാൻ പറ്റുന്ന ആ ജാഗയെല്ലാം ഇന്നുണ്ട്. അങ്ങനെ ബാപ്പാൻ്റെ ഖബറെല്ലാം സിയാറത്ത് കഴിഞ്ഞ് കുടുംബങ്ങളെല്ലാം സന്ദർശിച്ച് എല്ലാവരെയും കണ്ട് ഇങ്ങനത്തെ വിഷയം നടക്കുമ്പോൾ പേടിച്ച് തിരിച്ച് മക്കയിലേക്ക് ആമിന ഉമ്മ റളിയല്ലാഹു തആല യാത്ര തിരിച്ചു. കൂടെ ആരുണ്ട്? റസൂലുള്ളാഹിൻ്റെ കൂടെ ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ. ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ ബാപ്പൻ്റെ അനന്തര സ്വത്തായിട്ട് കിട്ടിയ ഒരു ഉമ്മയാണ്. ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ബാപ്പയുടെ അടിമ സ്ത്രീയായിരുന്നു. അപ്പോൾ ബാപ്പ വഫാത്തായത് പിന്നെ റസൂലുള്ളാഹിക്ക് അനന്തര സ്വത്തായി കിട്ടിയത്. റസൂലുള്ളാഹിനെ എല്ലാ നിലക്കും പരിപാലിച്ചുകൊണ്ടും റസൂലുള്ളാഹിനെ മദീനത്ത് വരുമ്പോഴേക്കും എല്ലാ സമയത്തും കൂടെയുണ്ടായത് ഉമ്മയാണ്. അങ്ങനെ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആമിന ഉമ്മയും തിരിച്ച് മക്കയിലേക്ക് വരുമ്പോൾ അബവാ ചൊല്ല റായുണ്ട്. വീണ്ടും ഞങ്ങൾക്ക് മദീനത്ത് പോകുമ്പോഴത്തേക്ക് ആ പക്കത്തെ പേര് ഞങ്ങൾക്ക് കാണുന്ന അബവാവും ചെന്നിട്ടുണ്ട്. പക്ഷേ അയ്യവൻ്റെ കിരക്കലത്തിൽ ഉൾക പോകണം. ഹവ്വ ഉമ്മൻ്റെ ആമിന ഉമ്മൻ്റെ മക്കളെ കാണണമെങ്കിൽ. അങ്ങനെ അബവാൻ ചൊല്ല ജാഗി എത്തിയപ്പോൾ ആമിന ഉമ്മക്ക് പനി വന്നു. പനി സാധാരണ പനിയല്ല, പനി സ്ട്രോങ് ആയി പോയിട്ട് ആ പനി കൊണ്ട്
ആമീന ഉമ്മർ റളിയല്ലാഹു അൻഹ അവിടെ വഫാത്താകും. ആ സമയത്ത് ആ പനി പിടിച്ചിട്ടിന് ബച്ചവില്ല, എനിക്ക് മിഞ്ചുള്ള ചാൻസ് ഇല്ല, ഞാൻ മരിക്കും എന്ന് ഉറപ്പായപ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്താക്കി, റസൂലുള്ളാഹിനെ എന്താക്കി, മോനെന്താക്കി, അവനെ വിളിച്ച് മടിയിൽ ഇരുത്തി. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള എന്താണ് ആ മോനോട് മുത്തുനബിയോട് വസിയത്താക്കിയത് നാളത്തെ ക്ലാസ് പഠിക്കാം. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനെ, നീ കബൂലാക്കണം അല്ലാ. ഹബീബായ മുത്തുനബിൻ്റെ ചരിത്രങ്ങൾ പഠിക്കാൻ, അവിടുത്തെ മദ്ഹുകൾ പാടാൻ, പറയാൻ, പഠിപ്പിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അത് കാരണം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷഫാഅത്ത് കൊണ്ട് സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ദുനിയാവിൻ്റെ ജീവിതത്തിൽ വലിയ ഇസ്സത്ത്, അഭിമാനം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവെ ആരെ മുമ്പിലും ഐബാക്കല്ല റഹ്മാനെ, കുറവാക്കല്ല റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ ബാനിയത്തിന്, ഞങ്ങളുടെ സ്വത്തിന് നീ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ധാരാളം നിഅമത്ത്, ലാഭങ്ങൾ നീ ഏറ്റി തരണേ റഹ്മാനെ. കടങ്ങളെ തീർക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ അനുഗ്രഹിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല